ഈ കാണുന്ന പേപ്പറിലാണ് ഓയിൽ ഫിൽറ്റർ ചെയ്യുന്നത്. എത്രമാത്രം വേസ്റ്റ് ആണ് ഇതിൽ അടിഞ്ഞിട്ടുള്ളത് നോക്കിയേ. ഞാൻ ചിക്കൻ അതേ ആഡ് ചെയ്തു. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ബാറ്റർ രൂപത്തിലാക്കിയ മാരിനേഡ് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തു. സലാഡ് ചെയ്യാൻ ഇത് നമ്മളൊരു വാട്ടർ ബേസ് സോസ് ആണ്. ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മയോണീസ് അല്ലത്. നിങ്ങൾക്ക് ഇതിനെ ടേസ്റ്റ് ചെയ്യാം, ഇത് എങ്ങനെയാന്നുള്ളതൊക്കെ നോക്കാം. അപ്പൊ ഈ ലെഗ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ രീതി തന്നെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യും. FC റോഡ് എന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലാണ്. നിങ്ങൾ ഈ കാണുന്ന എൻട്രൈൻ അക്കാഡമിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പല രീതിയിലുള്ള റെസ്റ്റോറൻറ്റ് നമ്മൾ തുടങ്ങുന്നുണ്ടല്ലേ, പല സ്ഥലങ്ങളിലായിട്ട് തുറക്കുന്നതിനേക്കാളും വേഗതയിലാണ് ഇന്ന് പലരും ഇന്ന് അടച്ചു പോകുന്നത്, പൂട്ടിപ്പോകുക നമ്മൾ പറയുന്നത് അല്ലെ നാടൻ ഭാഷയിൽ. എന്നാൽ ഈ ഒരു പ്രയാസം ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കേരളത്തിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു അക്കാഡമിയാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്, എൻട്രൈൻ അക്കാഡമി എന്ന് പറയുന്നത്. ഇതിന്റെ വിശേഷങ്ങൾ ഇവിടെ എന്താണ് നടക്കുന്നത് നമുക്ക് അറിയണ്ടേ, ഏത് രീതിയിലാണ് ഇവിടുന്ന് നമുക്കുള്ള ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുന്നത്. വെറുതെ തിയറി മാത്രമല്ല ചെയ്തുകൊണ്ട് പ്രാക്ടിക്കൽ ആയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ട്രെയിനിങ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിയാണ്. എൻട്രൈനിന്റെ ഓർഡർ ആയിട്ടുള്ള നമ്മൾ നൗഫൽ ഭായ് നമ്മളെ കൂടെ ഉണ്ട്. നൗഫൽ ഭായ്, എന്തായാലും വലിയൊരു സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അക്കാഡമി നിങ്ങൾ തുടങ്ങിയതില്. കാരണം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, തുടങ്ങുന്നതിനാൽ കൂടുതൽ പെട്ടെന്നാണ് അടച്ചു പോകുന്നത്. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? ഇപ്പം നമ്മളിപ്പോ ഈ ഫുഡ് സെഗ്മെന്റിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 10 വർഷത്തിന്റെ മുകളിലായി. എനിക്കൊരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ്. അതിലെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഞാൻ അതിന് ശേഷമുള്ള ബിസിനസ്സുകളിൽ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ ഇനി എന്താ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 10 വർഷമായി ഇതിലേക്ക് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പം കുറച്ചായിട്ടുള്ളൂ എൻട്രൈൻ അക്കാദമി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിന്റെ മുന്നേ നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ ഒരു തെറ്റുകൾ ഇനി വരുന്ന ജനറേഷൻ വരാതിരിക്കാനുള്ള ട്രെയിനിങ്ങളാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഫിറോസ് ഭായി ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ റെസ്റ്റോറൻറ്റ്സ് ക്ലോസ് ചെയ്ത് പോവാണ്. അവര് ഇതിനെക്കുറിച്ച് ശരിക്കും വ്യക്തമായിട്ട് പഠിക്കാതെ ഈ ഫീൽഡിലേക്ക് വരുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ആവശ്യക്കാരാരാണോ അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചും ഈ ബിസിനസിനെ കുറിച്ചും കൂടുതലായിട്ട് പഠിപ്പിച്ചു കൊടുക്കാം. അതൊരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷെഫുമാരെ GCCയിലും പുറത്തും കേരളത്തിലും ഇന്ത്യന്റെ പുറത്തൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എബൌട്ട് 20-25 ഇയർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഷെഫുമാരെ കീഴിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഷെഫുമാർ തന്നെയാണ് ഇവിടെ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഒരാൾ മാത്രമല്ല, വെറുതെ നിങ്ങൾ ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയല്ല. അല്ലല്ല, ഇതൊരു ഒരുപാട് ഷെഫുമാരുള്ള ഒരു ടീമാണ് എൻട്രൈൻ അക്കാദമി എന്ന് പറയുന്നത്. അപ്പോൾ ഷെഫുമാർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ എക്സ്പീരിയൻസ്, അവർ പഠിച്ച കാര്യങ്ങളും വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസും എല്ലാമാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. ഏതൊക്കെ ടൈപ്പ് ക്ലാസ്സുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളിത് 3 ടൈപ്പ് ക്ലാസ്സുകളാണ് ഇവിടെ നടക്കുന്നത്. ഫസ്റ്റത്തെ വരുന്ന വെച്ചാൽ ഒരു ബിഗിനേഴ്സിനുള്ള ക്ലാസ്. ഇതിനെക്കുറിച്ച് അറിയാതെ വന്ന് തുടങ്ങി പൂട്ടി പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഇതിനെക്കുറിച്ച് ആദ്യം ബേസിക് ആയിട്ട് പഠിക്കാം. അങ്ങനെ വരുന്നത് 1 ഡേ വർക്ക്ഷോപ്പാണ്. അതിൽ കൂടുതലും തിയറി ആൻഡ് പ്രാക്ടിക്കൽ സെക്ഷൻസ് ആണുള്ളത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് 1 വീക്കിന്റെ ക്ലാസ്, ഒരാഴ്ചയുടെ ക്ലാസ്, 5 ദിവസത്തെ ക്ലാസ്. അത് നമുക്ക് വെച്ചാൽ ഓരോ മെനുകൾ, ഓരോ സെഗ്മെന്റിലേക്കുള്ളത് എന്ന് വെച്ചാൽ ബ്രോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്രോസ്റ്റിന്റെ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള പ്രൊഡക്റ്റുകൾ എല്ലാം ഒരാഴ്ച കൊണ്ട് കവർ ചെയ്യണം, 40 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുന്ന ഒരു ക്ലാസ്. അതിൽ വരുന്നുണ്ട് ബ്രോസ്റ്റ് സെക്ഷൻ ഒന്ന്, അൽഫാമിന്റെ ഷവർമ, ഷവായി, അതൊരു വേറെ സെക്ഷന്, പേസ്ട്രി സെക്ഷൻ, കേക്ക്, അങ്ങനത്തെ വേറൊരു സെക്ഷൻ വരുന്നത്. പിന്നെ റൈസിന്റെ സെക്ഷൻസ് വരുന്നുണ്ട്. എല്ലാം 5 ദിവസത്തെ ക്ലാസ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് പറഞ്ഞാൽ നമ്മളെ +2 ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾക്കുള്ള ഒരു കോഴ്സാണ് വരുന്നത്. അത് 6 മാസത്തെ കോഴ്സാണ് വരുന്നത്. 6 മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു മാസം തിയറി സെക്ഷൻസും പിന്നെ വരുന്ന 3 മാസം കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ സെക്ഷനും പിന്നത്തെ 2 മാസം ഇന്റേൺഷിപ്പും കൊടുത്തിട്ട് നമ്മൾ അവരെ ജോലിക്കാക്കി കൊടുക്കുന്നതാണ്. ആ ഒരു കോഴ്സ് നമ്മൾ ഇവിടുന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞ ഉടനെ 6 മാസത്തിൽ ഫസ്റ്റത്തെ 4 മാസം കഴിഞ്ഞാൽ 2 മാസം ഇന്റേൺഷിപ്പ് വരെ അയാൾക്ക് സാലറി കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു കോഴ്സ്. അത് കഴിഞ്ഞ് നമ്മളെ കേരളത്തിൽ തന്നെ എബോ 25-30Kയുടെ മുകളിൽ ഫസ്റ്റ് മന്ത് സാലറി ഉറപ്പ് കൊടുക്കുന്ന ഒരു കോഴ്സാണ്, ഒരു ജോലിയാണ് അവർക്ക് ഈ 6 മന്ത് കോഴ്സ് കൊണ്ട് അവർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്നത്. അതായത് ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് ആളുടെ സാലറി സ്റ്റാർട്ടായി. തീർച്ചയായിട്ടും കോഴ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ അയാളുടെ സാലറി സ്റ്റാർട്ടായി, അവർ ലൈഫിലേക്ക് ജോയിൻ ചെയ്യാൻ തുടങ്ങി. ഇതിന് പ്രത്യേകമായിട്ട് ഏജ് ലിമിറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. പഠിക്കാൻ താല്പര്യമില്ല ആർക്കും പഠിക്കാം. ഇപ്പം നമ്മൾ ഇതിന് മുന്നേ നടന്ന വർക്ക്ഷോപ്പിലൊക്കെ 55 വയസ്സുള്ള ആളുകൾ, 60 വയസ്സായുള്ള ആളുകൾ, 18 വയസ്സായുള്ള പഠിച്ചു കഴിഞ്ഞ ആളുകൾ, അങ്ങനെ എല്ലാ ഏജിലുള്ള ആൾക്കാരും വരുന്നുണ്ട്. ആർക്കാണോ ഇതിന് ഇൻട്രസ്റ്റ് പഠിക്കാനുള്ളത് അവർക്ക് വരാം. ഞാൻ പല സ്ഥലങ്ങളിലും ഇതേപോലത്തെ ക്ലാസ്സുകൾ കണ്ടിരിക്കുന്നത് തിയറിയാണ് കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സിസ്റ്റം വരുന്നത്? തിയറിയും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, പ്രാക്ടിക്കലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 3 സെഗ്മെന്റ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. 1 ഡേ വർക്ക്ഷോപ്പിൽ കൂടുതൽ തിയറി പ്രാക്ടിക്കൽ സെക്ഷനിലൂടെ കവർ ചെയ്യുന്നത്. ഒരാഴ്ചത്തെ കോഴ്സും 6 മാസത്തെ കോഴ്സും 90% പ്രാക്ടിക്കൽ സെക്ഷൻ ആണ്. അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് പഠിപ്പിച്ചിട്ട് ഇറക്കി വിടുകയാണ്. അങ്ങനെ ചെയ്ത് പഠിപ്പിക്കുക. ഒരാൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്?
അഡ്മിഷൻ എടുക്കാൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് ഉണ്ട്, എൻട്രൈൻ അക്കാദമി എന്നുള്ള കമ്പനിയുടെ പേര്, സോഷ്യൽ മീഡിയ പേജ്. അതിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ഏത് കോഴ്സാണോ ഏത് വർക്ക്ഷോപ്പ് ആണോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ കോഴ്സ് നിങ്ങൾ പറഞ്ഞിട്ട് അതിലേക്ക് അഡ്മിഷൻ എടുക്കാം. അടുത്തൊരു ബാച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ജനുവരി 5 മുതൽ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1 വീക്കിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് 4 ടൈപ്പിലാണ്, 4 കാറ്റഗറിയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് വേണ്ടത് നിങ്ങൾക്ക് അതിന് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പറയാം. പിന്നെ +2 ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കുള്ള 6 മന്തിന്റെ കോഴ്സ് വരുന്നത് ഏപ്രിൽ മന്തിലാണ്. അത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽ തരും. ഇത്രയാണ് എൻട്രൈൻ അക്കാഡമിയുടെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ച അല്ലേ? പ്രാക്ടിക്കലോട് കൂടിയിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിസ്റ്റമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. നമ്മൾ തിയററ്റിക്കലായിട്ട് നമുക്ക് എത്ര കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ നമ്മുടെ മൈൻഡിൽ നിന്ന് ഔട്ടായി പോകും. എന്നാൽ നമ്മൾ ചെയ്ത് പഠിച്ചാലോ അത് ഒരിക്കലും നമ്മുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോവാതെ എന്നും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും അല്ലെ? ആ രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് ഇവർ തന്നിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തേലും നിങ്ങൾക്ക് അറിയാം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കുക, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. Okay, bye.